ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് എഴുതാൻ പോവുകയാണോ? പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ. ചെറിയൊരു ടെസ്റ്റ്. എത്ര പേർ ജയിക്കുമെന്നറിയാമല്ലോ. എന്താ, തുടങ്ങിക്കളയാം. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, വലത്ത് സൈഡ് മുകളിലായിട്ട് ടൈം, അതിന് തൊട്ട താഴെയായിട്ട് കാണുന്നത് മാർക്കാണ്. ചുവപ്പിൽ വരുന്നത് തെറ്റായതും ഗ്രീനിൽ വരുന്നത് ശരിയായും ഉത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ചിഹ്നം തിരിച്ചറിയുക. ആൻസർ: ചിഹ്നം മാറ്റാൻ ഇടത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക, വലത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക. ഓക്കെ, നിങ്ങളുടെ ഉത്തരം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊള്ളുക. ഞാൻ കൊടുക്കാൻ പോകുന്നത് 1 എന്നുള്ള ആൻസർ ആണ്, ചിഹ്നം മാറ്റാൻ. ശരിയാണോ എന്ന് നോക്കാം. ഉത്തരം ശരിയാണ്. ഞാൻ ഒരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള ടൈം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ വായിക്കാനുള്ളത് കൊണ്ടാണ് പോസ് ചെയ്ത് വെക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം: ചിഹ്നം തിരിച്ചറിയുക. പാറ കൊണ്ടുള്ള റോഡ്, വഴുക്കലുള്ള റോഡ്, പാറ വീഴുന്ന ഇടം. ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് പാറ വീഴുന്ന ഇടം. ഉത്തരം ശരിയാണ്. 2 മാർക്ക് നേടിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ: 2000 രൂപ ഫൈൻ, 6 മാസം തടവോ 2000 രൂപ പിഴയോ രണ്ടും ചേർത്തോ? 200 രൂപ ഫൈൻ. രണ്ടാമത്തെ ആൻസർ: 6 മാസം തടവോ 2000 രൂപ പിഴയോ രണ്ടും ചേർത്തോ? ഉത്തരം ശരിയാണ്. ഒരു ലൈനിൽ കൂടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം വേഗത കൂട്ടി അടുത്ത ലൈനിൽ പ്രവേശിക്കണമെങ്കിൽ സുരക്ഷിതമാണെന്ന് തോന്നിയാൽ തിരിയൽ സിഗ്നൽ കാണിച്ചു തിരിയണം. ശരിയായ തിരിയൽ സിഗ്നൽ കാണിച്ചു തിരിയണം. ലൈൻ മാറുന്നത് കുറ്റകരമാണ്, അതിനാൽ തിരിയരുത്. ഒന്നാമത്തെ ആൻസർ കൊടുക്കാം. ഇവിടെ ഉത്തരം ശരിയാണ്. 4 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ചിഹ്നം തിരിച്ചറിയുക. നോ എൻട്രി, മുമ്പോട്ട് മാത്രം, വലത്തോട്ടോ ഇടത്തോട്ടോ പോകാം. മുമ്പോട്ട് മാത്രം പോകാം. രണ്ടാമത്തെ ആൻസർ. ഒന്നുകൂടെ ശരിയായി, 5 മാർക്ക് നേടിയിട്ടുണ്ട്. ചിഹ്നം തിരിച്ചറിയുക. വിശ്രമ കേന്ദ്രം, ഭക്ഷണശാല, ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ്. ഭക്ഷണശാല. രണ്ടാമത്തെ ആൻസർ. ശരിയാണെങ്കിൽ 6 മാർക്ക് ലഭിക്കും. ശരിയാണ്. വീണ്ടും ഒരു ചിഹ്നമാണ് വന്നിരിക്കുന്നത്. ഇടതു നിന്നും വലതു നിന്നുള്ള വാഹനങ്ങളെ നിർത്തുക, ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക, പിൻവശത്തു നിന്നുള്ള വാഹനങ്ങളെ നിർത്തുക. ഇവിടെ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ആൻസർ ആണെന്നാണ്. ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതോടൊപ്പം നമ്മുടെ ആൻസർ ശരിയാണോ എന്നറിയാം. അത് തെറ്റിപ്പോയി. ശരിയായ ഉത്തരം ടെസ്റ്റിന്റെ അവസാനം ലഭിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാത്രി കാലങ്ങളിൽ വാഹനം പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കണം, പാർക്ക് ലൈറ്റ് കത്തിച്ചിരിക്കണം, വാഹനം പൂട്ടണം. വാഹനം പൂട്ടണമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സാരമില്ല. ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ്, പാർക്ക് ലൈറ്റ് കത്തിച്ചിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7 മാർക്ക് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരം ശരിയാണ്. റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞ വര ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെല്ലാം? മഞ്ഞവര തൊടാനോ മുറിച്ചു കടക്കാനോ പാടില്ല, പാർക്ക് ചെയ്യാൻ, ഓവർടേക്ക് ചെയ്യാൻ. ഇത് വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ ആൻസർ: മഞ്ഞവര തൊടാനോ മുറിച്ചു കടക്കാനോ പാടില്ല. ഉത്തരം ശരിയാണ്. ഒരു മോട്ടോർ സൈക്കിളിന്റെ പിൻസീറ്റിൽ കയറ്റിക്കൊണ്ടു പോകാവുന്നവരുടെ എണ്ണം 1, 3, 2. 1 ആയിരിക്കും ഉത്തരം. ഉത്തരം ശരിയാണ്. ഒറ്റത്തവണ നികുതിയുടെ കാലാവധി എത്ര? 10 വർഷം, 20 വർഷം, 15 വർഷം. ഉത്തരം 15 വർഷം. ഉത്തരം ശരിയാണ്. 10 മാർക്ക് ലഭിച്ചു. മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനം ഏത് ഗിയറിൽ ഇറങ്ങി വരണം? 2. അതേ കയറ്റം ഏത് ഗിയറിൽ വാഹനം കയറുമോ അതേ ഗിയറിൽ. 1. ശരി ഉത്തരം 2. അതേ കയറ്റം ഏത് ഗിയറിൽ വാഹനം കയറുമോ അതേ ഗിയറിൽ. അടുത്ത ക്വസ്റ്റ്യൻ: ചിഹ്നം തിരിച്ചറിയുക. ഉയരപരിധി 5, ഭാരപരിധി 5 ടൺ, വേഗപരിധി. അപ്പൊ ഇവിടെ ഭാരപരിധി ആയിരിക്കണം, അതുകൊണ്ട് ടൺ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ആൻസർ കൊടുത്തു നോക്കാം. ശരി ഉത്തരമാണ് നമ്മൾ ടിക്ക് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ: മുൻപിൽ തെന്നുന്ന റോഡ് ഉണ്ടെന്ന് ട്രാഫിക് ചിഹ്നം കാണുമ്പോൾ ഡ്രൈവർ എങ്ങനെ വാഹനം ഓടിക്കണം? വാഹനം നിർത്തിയിടുക, വേഗത കുറയ്ക്കണം, അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം, വാഹനം സ്ലോ ചെയ്യുക. എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ഉത്തരമാണെന്നാണ്. വേഗത കുറയ്ക്കണം, അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം. അത് ടിക്ക് ചെയ്ത് നോക്കാം. ആ ഉത്തരവും ശരിയാണ്. അടുത്തത്: ചിഹ്നം തിരിച്ചറിയുക. മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുക, പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുക, മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോവുക. ഇത്തരം ചിഹ്നങ്ങളാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നത് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുക. ഏതായാലും ഒന്ന് ടിക്ക് ചെയ്ത് നോക്കാം. ആ ഉത്തരവും ശരിയാണ്. 14 മാർക്ക് നേടിയിട്ടുണ്ട്. അടുത്തത് ഒന്നുകൂടെ ചിഹ്നം തിരിച്ചറിയലാണ്. ഹമ്പ് റോഡ്, വളവും തിരിവും ഉള്ള റോഡ്, ഗട്ട് റോഡ്. മൂന്നാമത്തെ ആൻസർ ആണ് ഞാൻ കൊടുക്കുന്നത്. ശരിയാണോ എന്ന് നോക്കാം. ഉത്തരം തെറ്റിപ്പോയി. അവിടെ ഹമ്പ് റോഡ് എന്നായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം ഗട്ട് റോഡ് എന്ന് പറഞ്ഞാൽ പർവ്വത പ്രദേശങ്ങളിലും കുന്നിൻ ചെരുവിൽ ഉണ്ടാകുന്ന റോഡിനെയാണ് ഗട്ട് റോഡ് എന്ന് പറയുന്നത്. ഏതായാലും ഇതിന്റെ ആൻസർ നമുക്ക് അവസാനം നോക്കാം. അടുത്ത ചോദ്യം ഒരു ചിഹ്നം തിരിച്ചറിയലാണ്. വലത്തോട്ട് തിരിയുക, വലത്തോട്ട് സൈഡ് റോഡ്, വലത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക. ഉത്തരം രണ്ടാമത്തത് കൊടുക്കാം, വലത്തോട്ട് സൈഡ് റോഡ്. ഉത്തരം ശരിയാണ്. അടുത്തായിട്ട്: ഇടുങ്ങിയ റോഡ് മുൻപിൽ, അപകടകരമായ താഴ്ച, ഫെറി. ഇവിടെ അപകടകരമായ താഴ്ച. നമുക്ക് രണ്ടാമത്തെ ആൻസർ ക്ലിക്ക് ചെയ്യാം. ആ ഉത്തരവും ശരിയാണ്. ചോദ്യം: ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഇടതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ? വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ വലതുവശം ചേർന്ന് സിഗ്നൽ കാണിച്ച് തിരിഞ്ഞ് പ്രവേശിക്കുന്ന റോഡിന്റെ ഇടതുവശത്തേക്ക് കയറണം.
വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ ഇടതുവശം ചേർന്ന് സിഗ്നൽ കാണിച്ച് തിരിഞ്ഞ് പ്രവേശിക്കുന്ന റോഡിന്റെ ഇടതുവശത്തേക്ക് കയറണം. വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിന്റെ മധ്യഭാഗത്തു കൂടി പ്രവേശിക്കുന്ന റോഡിന്റെ ഇടതുവശത്തേക്ക് കയറണം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. ഇടതുവശത്തേക്കാണ് പോകേണ്ടത്. ഇടതുവശത്ത് കൂടി തന്നെയാണ് പോകേണ്ടത്. 2 ടിക്ക് ചെയ്ത് കൊടുക്കാം. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ ഇടതുവശം ചേർന്ന് സിഗ്നൽ കാണിച്ച് തിരിഞ്ഞ് പ്രവേശിക്കുന്ന റോഡിന്റെ ഇടതുവശത്തേക്ക് കയറണം. ആ ഉത്തരവും ശരിയാണ്. അടുത്തായിട്ട് വീണ്ടും ചിഹ്നം തിരിച്ചറിയുക. കൂടുതൽ ചിഹ്നം തിരിച്ചറിയലാണ് വന്നതെന്ന് തോന്നുന്നു. ഇടത്തോട്ട് Y ആകൃതിയിൽ വിഭജനം, വലത്തോട്ട് Y ആകൃതിയിൽ വിഭജനം, വലത്തോട്ട് സൈഡ് റോഡ്. എനിക്ക് തോന്നുന്നത് ആൻസർ 3 ആയിരിക്കാനാണ് ചാൻസ് എന്നാണ്. വലത്തോട്ട് സൈഡ് റോഡ്. ശരിയാണോ എന്ന് നോക്കാം. ആ ഉത്തരവും ശരിയാണ്. 20ൽ 18 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 2 ആൻസറുകൾ തെറ്റാണ്. അതിന്റെ ശരി ഉത്തരം എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ഇതാണ്, ചിഹ്നം തിരിച്ചറിയുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ഉത്തരം ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക എന്നാണ്. പക്ഷേ ശരിയായ ഉത്തരം പിൻവശത്തു നിന്നുള്ള വാഹനങ്ങളെ നിർത്തുക എന്നാണ്. അടുത്തത് എന്താണെന്ന് നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഞാൻ 20ൽ 18 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര മാർക്കാണ് സ്കോർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇതാണ് തെറ്റിപ്പോയത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഉത്തരം ഗട്ട് റോഡ് എന്നായിരുന്നു. ശരിയ ഉത്തരം ഹമ്പ് റോഡ് എന്നായിരുന്നു. ഇതേപോലെ ലേണേഴ്സ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പാസ്സാവുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. കൂടെ നിങ്ങളുടെ മാർക്കും രേഖപ്പെടുത്തണം. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.